വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സായാഹ്നത്തിൽ വിശ്രമിക്കുന്നതിന് മുമ്പായിട്ട് ഈശോയുടെ തിരുമുഖത്തെ സ്നേഹിച്ച് നമുക്ക് വിശ്രമത്തിലേക്ക് പ്രവേശിക്കാം. സങ്കീർത്തനം 91 അധ്യായം 14 വാക്യം. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സ്നേഹം നിറഞ്ഞവരെ, ഇവിടെ ഈശോ നമ്മളോട് പറയുകയാണ്, എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ പലതിനോടും നമ്മൾ ഒട്ടി നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പലതിനോടും നമ്മൾ ഒട്ടി നിൽക്കുകയാണ്. ആ ഒട്ടി നിൽക്കുന്നതൊക്കെ എന്താണോ അതിനോടാവും നമ്മൾ കൂടുതൽ അടുത്തിരിക്കുക. നമ്മൾ അതിനോട് കൂടുതൽ മുമ്പോട്ട് അതിനോട് കൂടെ നടക്കുകയും അതിലേക്ക് പോവുകയും ചെയ്യും. ഇപ്പോൾ ചിലപ്പോൾ ചില വ്യക്തികളാവാം, വസ്തുക്കളാവാം, അത് പണമാവാം, സമ്പത്താവാം, ചിലപ്പോൾ വില കൂടിയ കാറുകളാവാം. അപ്പോൾ അതുമായിട്ടായിരിക്കും നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കുന്നത്, ചിന്തയിൽ പോലും. എന്നാൽ ഒരു ആത്മീയ മനുഷ്യന്റെ വളർച്ചയെ സംബന്ധിച്ചിടത്തോളം, ആ വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഈശോയുടെ സ്നേഹത്തിൽ ഒട്ടി നിൽക്കുക. ഈശോ പ്രകടിപ്പിക്കുന്ന സ്നേഹവുമായിട്ടുള്ള ഒരു ഒട്ടി നിൽക്കൽ, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശീലിക്കേണ്ടതായിട്ടുള്ളതാണ്. എങ്ങനെയാ ഒട്ടി നിൽക്കാൻ പറ്റുക? ഈശോ ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് വിശുദ്ധ കുർബാനയിലാണ്. ആ വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം, ആ സാന്നിധ്യത്തിൻ്റെ മുൻപിൽ വന്ന് ഇരിക്കാൻ വളരെ നിശബ്ദമായി, അത് ചിന്തയിലാണെങ്കിൽ പോലും നിശബ്ദമായി, സംസാരങ്ങളിൽ അതില്ലാതെ നിശബ്ദമായി, അങ്ങനെ ചിന്തയിലും വാക്കിലും നിശബ്ദത കാത്ത് സൂക്ഷിച്ച് ഈശോയെപ്പറ്റി മാത്രം ചിന്തിച്ച്, വിശുദ്ധ കുർബാന ഈശോയെപ്പറ്റി മാത്രം ചിന്തിച്ച്, വിശുദ്ധ കുർബാന ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ ദേവാലയത്തിൽ വന്നിരിക്കുന്ന ഒരു സമയം നമുക്കുണ്ടാവണം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈശോയെ, വിശുദ്ധ കുർബാനയിൽ നിന്നിരിക്കുന്ന തമ്പുരാനെ, അങ്ങയുടെ അടുത്ത് വന്ന് എപ്പോഴും ഇരിക്കാൻ, ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങയുടെ അടുത്ത് വന്നിരിക്കാൻ ഉള്ള കൃപ നൽകണമേ. അങ്ങനെ അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാനും അങ്ങയെ സ്നേഹിക്കുവാനും കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഒരു കാര്യത്തിൽ ഈടയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. in the
സ്നേഹം നിറഞ്ഞവരെ, അപ്പോൾ ഈ ഒരു ഒട്ടി നിൽക്കൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നമ്മൾക്ക് വളരണമെങ്കിൽ ആ വ്യക്തിയുമായിട്ടൊരു ബന്ധമുണ്ടാവണം. അറ്റ്ലീസ്റ്റ് ഫോണിൽ കൂടെ എങ്കിലും സംസാരിച്ചുകൊണ്ട് ഇടയ്ക്ക് ഇരിക്കണം. അപ്പോഴാണ് നമ്മൾ ആ ബന്ധത്തിൽ വളരുക. അതുപോലെ ഈശോയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ ഈശോയുടെ സ്നേഹത്തോട് നമ്മൾ ഒട്ടി നിൽക്കണം. ഈശോ ഇപ്പോൾ നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയോടെയാണ്. ആ വിശുദ്ധ കുർബാനയോട് കൂടെ ആയിരിക്കാൻ നമുക്കെപ്പോഴും കൃപയുണ്ടാവണം, നമുക്കത് മനസ്സുണ്ടാവണം. ആ കൃപയ്ക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ